ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോവുക, ഈ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്കെങ്ങനെ കയറി പോകാം? തേജസ്സിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ എന്തോ ചെയ്യണം? തേജസ്സിൽ വെളിപ്പെടണം. കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ നാമും അവനോടൊപ്പം സമാഗമിക്കണം. അതിനുള്ള യോഗ്യതകൾ 1, 2, 3, 4. ഇനി ഉച്ചവരെയുള്ള നേരത്തും വൈകിട്ടും നമ്മളിത് വൈകിട്ടും കൂടെ എന്നെ സഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഇതാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ മഹത്വവാനായ, മക്കളുമാരെ ശ്രദ്ധിച്ച്, ഈ പ്രതാപവാനായ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളും കർത്താവിനോടൊപ്പം എന്ത് ചെയ്യണം? സമാഗമിക്കണം. അതിനുള്ള യോഗ്യത, ഒന്നാമത്തെ യോഗ്യത എഴുതിക്കോണം. യോഗ്യതകൾ 1, 2, 3 എന്ന് എഴുതിക്കണം. ഒന്നാമത്തെ യോഗ്യത നിർമ്മല കന്യകയാകുക എന്നതാണ്. ആരാകണം? നിർമ്മല കന്യക. വായിച്ച കുറിവാക്യത്തിൽ തന്നെ ആ വാക്യമുണ്ട്, നിർമ്മല കന്യക. ഏകപുരുഷനും നിങ്ങളെ ആരായിട്ടാണ്? നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. 3-ാം വാക്യത്തിലും പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ നിർമ്മലതയും ഏകാഗ്രതയും എന്ത് ചെയ്യരുത്? നഷ്ടപ്പെട്ടു പോകരുത്. അപ്പം നിർമ്മലതയുള്ളവരാകണം. കന്യകയായ പോരാ, പിന്നെന്തോ വേണം? നിർമ്മലതയുള്ള കന്യകയാകണം. നിർമ്മലത എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോ. എന്താണ്? വാട്ട് ഈസ് നിർമ്മലത? നിർമ്മലത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് വേർഡ് ഹാഗ്നിയ എന്നാണ്. ഹഗ്, HAGNIA, ഹാഗ്നിയ. അതാണ് നിർമ്മലത എന്ന മലയാളീകരണം. ഓക്കെ, ഹാഗ്നിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യാഗാർപ്പണ യോഗ്യം. എന്താണ്? യാഗമർപ്പിക്കാൻ യോഗ്യമായ നിലപാട്. കർത്താവിന് വേണ്ടി ഊനമില്ലാതിരിക്കുക, കളങ്കമില്ലാതിരിക്കുക, കുറ്റമില്ലാതിരിക്കുക, ദോഷമില്ലാതിരിക്കുക. യാഗപീഠത്തിലേക്ക് അരികിലേക്ക് കൊണ്ടുവരുന്ന ആട്ടുകൊറ്റനും കാളക്കുറ്റനും എന്തോ വേണം? ഊനമില്ലാതിരിക്കണം, യോഗ്യതയുള്ളതായിരിക്കണം. നിങ്ങൾക്കറിയാമോ, അവിടെ നിരീക്ഷണ വിഭാഗം പുരോഹിതന്മാരുണ്ടാവും. സീനിയോറിറ്റി ഒത്തിരി ഉള്ളവരാ, ചെറുപ്പക്കാരല്ല, സീനിയോറിറ്റി ഉള്ളവരാ. അവർ ഈ മൃഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പരിശോധിക്കും, മാംസപുഷ്ടി പരിശോധിക്കും, ലിംഗ നിർണയം നടത്തും. ആണാട്ടിൻകുട്ടി തന്നാണോ കാളക്കിടാവ് തന്നാണോ എന്നൊക്കെ പരിശോധിക്കും. ലിംഗനിർണയം. ചില പ്രത്യേക ഒക്കേഷനിൽ മാത്രമേ പശുക്കിടാവിനെ യാഗം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിംഗനിർണയം നോക്കും, മാംസപുഷ്ടി നോക്കും, കണ്ണിൻ്റെ കാഴ്ച നോക്കും, വായിലെ പല്ലിൻ്റെ എണ്ണം നോക്കും, നടത്തി നോക്കും ഏന്തോ ഉളുക്കോ ചതവോ എല്ലാം ഉണ്ടോയെന്ന്. ഒരു കുഴപ്പമില്ല. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ, ഈ ഒരു പരിശോധന കഴിഞ്ഞാൽ, ആ പരിശോധന വിഭാഗത്തിൻ്റെ മേധാവിയായിരിക്കുന്ന സീനിയർ പുരോഹിതൻ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന പുരോഹിത കൂട്ടത്തെ നോക്കിക്കൊണ്ട് ഒറ്റ വാക്കേ പറയുള്ളൂ. എബ്രായ ഭാഷയിലാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്ക് താമീം. എന്തോന്നാ താമീം എന്ന് പറഞ്ഞാൽ എബ്രായ പദമാണ്, ഊനമില്ല, യാഗമാക്കിക്കൂ. ഗ്രീക്ക് ഭാഷ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന പദമാണ് ഹാഗ്നിയ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, വിശാലമായ അർത്ഥം, ഞങ്ങളിതിനെ പരിശോധിച്ചു, കുറ്റമൊന്നും കണ്ടില്ല. അതുകൊണ്ട് അധികാരപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിനെ എന്ത് ചെയ്യാം? യാഗമാക്കാം. അപ്പം അതിന് പറയുന്ന പദമാണ് ഏത്? ഹഗ്നിയ, തമീം. ഗൾഫിലൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ടുള്ളവർക്ക് പരിചയമുള്ളൊരു പദമാണ് തമാം. കേട്ടിട്ടുണ്ടോ? തമാം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഓൾ കറക്റ്റ് എന്നതാണ്. ആ തമാം എന്ന പദം താമീം എന്ന ഹീബ്രു വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. പദപഠനം നടത്തുമ്പോൾ തമാം എന്നുള്ളത് താമീം എന്ന എബ്രായ പദത്തിൽ നിന്ന് വന്നിട്ടുള്ള അറബിക് വേർഡാണ്. അതിൻ്റെ അർത്ഥം പൂർണ്ണതയുള്ളത്, ഒക്കെ ആയത് എന്നാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഗ്രീക്ക് വേർഡാണ് ഹാഗ്നിയ. ആ ഹാഗ്നിയെയും താമീമിനെയും മലയാളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തോ ആയി മാറി? നിർമ്മലത്വം, യാഗാർപ്പണയോഗ്യം. മനസ്സിലായില്ലേ? അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നമ്മൾ എന്തോ ഉള്ളവരാകണം. ഒരു ചിന്ത കൂടെ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാം. നിങ്ങളുടെ ക്ലോക്കാണോ ശരി, എൻ്റെ വാച്ചാണോ ശരി? വാച്ചാണ്, എൻ്റെ വാച്ചാണ് ശരി. അപ്പം നിങ്ങളുടെ എല്ലാ ക്ലോക്കും വാച്ചും തെറ്റായിട്ട് ഓടുന്നു, എൻ്റെ മാത്രം ശരിയായിട്ട് ഓടുന്നു. അപ്പം ഞാൻ നിർത്തുന്നതാണ് സമയം. സന്തോഷമാണല്ലോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇവിടെ പിന്നെ അങ്ങനെ സമയത്തിൻ്റെ റെസ്ട്രിക്ഷനൊന്നും തന്നിട്ടില്ല. ചിലയിടത്ത് പറയും എബ്രഹാം പ്രസംഗിക്കുകയാണ്, സമയത്തിനൊന്നും ഒരു പരിധിയില്ല, അദ്ദേഹം ദൈവാത്മാവ് നടത്തുന്നത് പോലെ ശക്തമായി നടക്കും, എല്ലാവരും അതിനോട് താല്പര്യപ്പെട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പാസ് വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് മൈക്കിങ് കൊണ്ട് തരാൻ നേരത്ത് പറയും 1 മണിക്ക് നിർത്തണേന്ന്. ആത്മാവ് നടത്തുന്ന പോലെ പോകട്ടെ എന്നൊക്കെ സദസ്സിനോട് പറഞ്ഞിട്ട് എന്നോട് പറയും 1 മണിക്ക് നിർത്തണേന്ന്. മൈക്ക് മാറ്റി പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നാ എന്ന് പറഞ്ഞപ്പോൾ പറയുക, അത് ഷുഗറിന് 1 മണിക്ക് ഗുളിക കഴിക്കുന്നവരും ഭക്ഷണം കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്, അവരെ നേരത്തെ വിടണമെന്ന്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതെല്ലാം മാറുക. എന്നാലും മറ്റു കുഴപ്പമൊന്നുമില്ലാതെ നേരത്തെ നിർത്താം. ഓക്കെ,
കഴിഞ്ഞ രാത്രിയിൽ ഗത്സമന തോട്ടത്തിൽ നിന്നൊരു ആടിനെ പിടിച്ചുകൊണ്ട് വന്നു. അന്നാസിന്റെ സംഘം പരിശോധിച്ചു, കയ്യഫാവിന്റെ സംഘം പരിശോധിച്ചു, സന്നദ്ധനെയും സംഘം പരിശോധിച്ചു. ആടിനെ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവരെല്ലാം കൂടെ കൂട്ടമായി തീരുമാനിച്ചു, ഈ ആടിൻ്റെ വല്ല കുറ്റവും കണ്ടുപിടിക്കാൻ കഴിവുള്ളവൻ പീലാത്തോസ് അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. പീലാത്തോസിൻ്റെ ആസ്ഥാനമുണ്ടോ? പീലാത്തോസ് അന്നത്തെ റോമൻ പ്രൊക്കുറേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പ്രിട്ടോറിയത്തിലേക്ക് രാത്രി അടിച്ച് നടത്തിക്കൊണ്ടുപോയി. പീലാത്തോസ് ആകുന്നു നോക്കി ഒരു കുറ്റം കണ്ടുപിടിക്കാൻ. കുറ്റം കണ്ടില്ല ആ കുഞ്ഞാടിൽ. പീലാത്തോസ് പറഞ്ഞു, കുറ്റം കണ്ടുപിടിക്കാൻ എന്നേക്കാൾ മിടുമിടുക്കൻ ഹേരോദാവാണ്, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹേരോദാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ഹേരോദാവ് തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ടും ഈ കുഞ്ഞാടിൽ എന്തോ കണ്ടില്ല, കുറ്റം കണ്ടില്ല. ഹേരോദാവ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ല, പീലാത്തോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. തിരിച്ച് പീലാത്തോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പീലാത്തോസ് ഏറ്റവും ഒടുവിൽ 19-ാം അധ്യായം 4-ാം വാക്യം, യോഹന്നാൻ 19:4 പറയുന്നു, ഞാനിവല്ലൊരു കുറ്റവും, അതാണ് ഹാഗ്നിയ. പുരോഹിതന്മാർ യാഗമൃഗത്തെ നോക്കി പറയുന്ന അതേ വാചകം. ആ തിയോളജി പീലാത്തോസിന് അറിയില്ല. പീലാത്തോസ് ജാതിയനല്ലേ, പുള്ളിക്ക് ആ തിയോളജി അറിയില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പറയുന്നത്, പുരോഹിതൻ പറയുന്ന അതേ വാചകമാണ്, ഞാനിവല്ലൊരു കുറ്റവും. അപ്പൊ യേശു യാഗമാക്കപ്പെട്ടത് എങ്ങനെയാണ്? നിർമ്മലമായിട്ടാണ്. ആ നിർമ്മലമായി നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട കർത്താവ് ചേർക്കാൻ വരുന്നത് ആരെയാണെന്നറിയാവോ? നിർമ്മലതയുള്ളവരെയാ. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. നിർമ്മലത നഷ്ടപ്പെട്ടു പോകല്ലേ. സിയോൻ ഗീതാവലിയിലെ പാട്ട് മൊത്തം കാണാതറിയാമോ എന്നല്ല കർത്താവ് നോക്കുന്നത്. ദാവീദും എദുത്തൂനും ശലോമോനും ആസാഫും ഘോരപുത്രന്മാരോട് എഴുതിയ സങ്കീർത്തനം മൊത്തം മനഃപ്പാടമാക്കിയോ നല്ല കർത്താവ് നോക്കുന്നത്. ലേഖനങ്ങൾ മനഃപ്പാടമായോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് നോക്കുന്ന ഒരേ ഒരു കാര്യം, ഞാൻ നിർമ്മലനായതുപോലെ നീ നിർമ്മലനാണോ? സ്തോത്രം. ശ്രദ്ധിച്ച വാചകങ്ങൾ, ഇത്ര വലിയ രക്ഷ തരാൻ ഇത്ര വലിയ മരണം, ഇത്ര വലിയ രക്ഷ തരാൻ ഇത്ര വലിയ ശിക്ഷ അനുഭവിച്ച നമ്മുടെ കർത്താവ് നിർമ്മലനായിട്ടാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന് വേണ്ടി നിർമ്മലതയോടെ നിൽക്കാൻ നമുക്ക് പറ്റുമോ? എങ്കിൽ കയറിപ്പോകാം. ഇല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും ദയനീയമായി. പറന്നിടുമേ ഞാനും എന്നൊക്കെ നമ്മൾ വൈബ്രേഷൻ ഇട്ട് പാടാറുണ്ട്. പാടുമ്പോൾ എന്നെ ആവേശമാണെന്നറിയാമോ? നിർമ്മലത്വമില്ലാത്ത ഒരെണ്ണവും പറക്കത്തില്ല, ഇവിടെ കിടക്കുകയുള്ളൂ. ഗൗരവമായി പഠിച്ചോണം. അടുത്തത് ഹെഡിങ് എഴുതിക്ക്, നിർമ്മലത. എവിടൊക്കെയാണ് നിർമ്മലത വേണ്ടത്? ഒരു വിശ്വാസിക്ക് നിർമ്മലത വേണ്ടത് എവിടൊക്കെയാണ്? 1, 2, 3, 4 എന്ന് ഓരോന്നായി പഠിക്കണം. കുഞ്ഞുങ്ങളൊക്കെ വളരെ ഗൗരവമായി പഠിച്ചോണം. മക്കളെ, ജീവിതത്തിൽ നിർമ്മലത വേണം എന്ന് പറഞ്ഞാൽ ഹാഗ്നിയായിരിക്കണം, എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തതായിരിക്കണം. കണ്ടോ എവിടൊക്കെയാണ് നമ്മൾ നിർമ്മലരായിരിക്കേണ്ടത്? 51-ാം സങ്കീർത്തനം 10-ാം വാക്യം, ഹൃദയം നിർമ്മലമാകണം. 51:10, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. അപ്പോൾ ഹൃദയം എന്തോ ആകണം? എന്തോ ആൻറ്റി ഹൃദയം എന്ന് പറഞ്ഞാൽ എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബൈബിളിലെ ഹൃദയം എന്തോന്നറിയാമോ? വൈദ്യശാസ്ത്രത്തിലെ ഹൃദയം എന്ന് പറഞ്ഞാൽ നെഞ്ചുകൂടിനകത്ത് രക്തചംക്രമണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അവയവമാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ ഹൃദയം. ശ്രദ്ധിച്ചോ? പക്ഷെ ദൈവശാസ്ത്രത്തിൻ്റെ ഹൃദയം രക്തചംക്രമണത്തിൻ്റെതല്ല, അകത്ത മനുഷ്യനെ പറയുക. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വ്യാപിച്ചു കിടക്കുന്ന അകത്തെ ഒരു മനുഷ്യനുണ്ട്, ദ ഇന്നർ മാൻ. ആ മനുഷ്യനെയാണ് ബൈബിൾ എന്തോ പറയുന്നത്? ഹൃദയം. അപ്പം നിർമ്മലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ അകത്ത മനുഷ്യൻ എന്തോ ആകണം? നിർമ്മലമാകും എന്ന് പറഞ്ഞാൽ കുശുമ്പ്, ഉന്നായ്മ, ഈർഷ്യ, പക, പിണക്കം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹന്ത, അഹങ്കാരം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗീയത. കിട്ടിയോ എല്ലാം? അതൊന്നും ഇല്ലാത്ത ഒരകത്തെ മനുഷ്യൻ. സ്തോത്രം. പിണക്കം ഉണ്ടോ? പിണക്കം ഉണ്ടോ? നീ എത്ര പേരോടുണ്ടോയെന്ന് ചോദിക്കും. പരസ്പരം മിണ്ടിട്ട് എത്ര കാലമായി? അനിയനോട് ചേട്ടൻ, ചേട്ടനോട് അനിയൻ, മോളും അമ്മയും, അമ്മാവിയും അമ്മയും മരുമോളും പിന്നെ പറയണ്ടല്ലോ. മുഖത്ത് നോക്കിയ സാത്താൻ കുരിശ് കണ്ട പോലല്ലേ. കൊല്ലത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, കോഴിക്കോട്ടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പണം കണ്ട. എന്നാലും പരിശുദ്ധാത്മാവെ ശക്തി പകരുന്നതിനെന്ന് പാടിക്കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാൻ 4 പേര് വേണം പുറകിൽ. പിണങ്ങിയിരിക്കുക. ഒരു സമയത്ത് ഒരു അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റി. ആരോടും പറയരുതെന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞു വിട്ടതാ. ആരോടും പറയരുതെന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ആരോടും എന്ത് ചെയ്യരുത്. അഥവാ പറഞ്ഞ അവരോട് പറയണം, വേറെ ആരോടും എന്ത് ചെയ്യരുതെന്ന്. അങ്ങനെ എൻ്റെ സ്വകാര്യത നിലനിർത്താം. കർത്തൃമേശ കഴിഞ്ഞ് വിശുദ്ധ യുമ്പനം ഉണ്ടേ.
അപ്പം മരുമോൾ എന്നും ഉടുത്തുകൊണ്ട് സഹായത്തിന് ഉടുത്തുകൊണ്ട് വരുന്ന സാരിയല്ല അന്ന് ഉടുത്തുകൊണ്ട് വന്നു. അവളൊരു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നു കളഞ്ഞു അന്ന്, വെള്ള ചുരിദാർ. അപ്പോൾ അമ്മച്ചിക്ക് ആളിനെ തെറ്റിപ്പോയി. മരുമോളാണെന്നറിയാതെ വേറെ ആരോ പിള്ളേരാണെന്നറിഞ്ഞ് പിടിച്ച് വിശുദ്ധ ചുമ്മനം ചെയ്തു. വിശുദ്ധ ചുമ്മനം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മരുമോക്കാ ചുമ്മനം കൊടുത്തേ. അമ്മച്ചി അവിടെ തച്ചന് നിന്നങ്ങ് തുടക്കുക. മനസ്സിലായോ? കർത്തൃമേശ കഴിച്ചിട്ട് പോലും എന്തോ മാറുന്നില്ല, പിണക്കം മാറുന്നില്ല. അകത്ത മനുഷ്യൻ സുതാര്യതയാണ്. ആരോടും പിണക്കം വേണ്ട. നമുക്കായിരിക്കും അവർ നഷ്ടം വരുത്തിയത്, നമുക്കായിരിക്കും കഷ്ടം വരുത്തിയത്, നമ്മളെ ആയിരിക്കും അവമാനിച്ചത്. പക്ഷേ കർത്താവിന് വേണ്ടി അതെല്ലാം എന്തോ ചെയ്തു, വിട്ടുകളയാം. ദേ കേട്ടോ, ക്ഷമിക്കുക, സഹിക്കുക, വഹിക്കുക, പൊറുക്കുക, താങ്ങുക, കരുതുക, കൂടെ നിൽക്കുക. ഇതൊക്കെയാണ് അകത്ത മനുഷ്യൻ്റെ നൈർമല്യത എന്ന് പറയുന്നത്. യേശു എന്നൊക്കെ പറഞ്ഞ് ഇനിയും നിന്നിട്ട് കാര്യമൊന്നുമില്ല, ജീവിക്കണ്ടേ, ഞാൻ മീൻ പിടിക്കാൻ പോവുക. ആരാ പറഞ്ഞേ? പത്രോസ്. അച്ഛൻ പോവുകയാണ്, പിന്നെ ഞങ്ങൾ ഇതിനെ അവിടെ നിൽക്കും, ഞങ്ങളും വരികയാണ്. യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞ് പഴയ പണിക്ക് പോയവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും രാത്രി മുഴുവൻ വെള്ളത്തിൽ അധ്വാനിച്ച് ശരീരം തണുത്തുപോയ അവരുടെ ശരീരം ഒന്ന് ചൂടാക്കാനും വിശന്ന വയറുമായിട്ട് തീരെ മണയുന്നവർക്ക് കഴിക്കാനുള്ളതും കൂടെ കരുതി വെച്ചിരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവാണെന്ന് നമ്മുടെ പുരുഷൻ. ആ കർത്താവ് നമ്മുടെ പ്രാണനാഥൻ. അതുകൊണ്ട് ആര് ദോഷം ചെയ്താലും ആര് മറന്നാലും നമ്മൾ മറക്കണ്ട, അവർക്ക് വേണ്ടി നിന്നോണം. സ്വതന്ത്രം. അമ്മ ക്ഷമിക്കുന്ന പോലെ എല്ലാവരോടും ക്ഷമിച്ചോണം, മാതൃതുല്യമായ പരിഗണനയോടെ നിന്നോണം. അപ്പം അകത്ത മനുഷ്യൻ എന്തോ ആകണമെന്നാ? നിർമ്മലത വേണം. അതാണ് ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർ മാത്രമേ എവിടോട്ട് പോവുള്ളൂ, കയറിപ്പോകത്തുള്ളൂ. അടുത്തത് നിർമ്മലത വേണ്ടുന്ന രണ്ടാമത്തെ വാക്യം എഴുതിക്ക്. 1 തിമോത്തിയോസ് ലേഖനം 5:22 വാക്യം. 1 തിമോത്തിയോസ് 5:22. യൂത്ത്സ് ഒക്കെ ശ്രദ്ധിച്ചോണം. 1 തിമോത്തിയോസ് 5:22. പിന്നെ അടുത്തത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. നിന്നെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ശരീരത്തെ എങ്ങനെ കാത്തോണം? എല്ലാവരും കേൾക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ എന്തോ ചെയ്യണം? ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ആരുടെയും പാപത്തിന് ഓഹരിക്കാരാകരുത്. നമ്മളെ വശീകരിക്കുന്ന, നമ്മളെ അങ്ങോട്ട് ചായ്ക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പോരുകളുണ്ടാകാം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ ശരീരത്തിൻ്റെ പുഷ്ടിയെ, നിങ്ങളുടെ സൗന്ദര്യത്തെ, നിങ്ങളുടെ അവയവ വ്യവസ്ഥിതിയെ വസൂലാക്കാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി സാധ്യതകളുണ്ടാകാം. ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിന്നെ തന്നെ നിർമ്മലമായി എന്തോ ഇതോണം. ആവശ്യമില്ലാതെ മുട്ടാനും തട്ടാനും ഉരുമാനും ഒരയാനും കഴിക്കാനും കുടിക്കാനും ചായാനും ചരിയാനും പോകരുത്. ഈ ശരീരം കർത്താവിൻ്റെതാണെന്ന് ഓർത്തോണം. പെൺപിള്ളേരെ ചേർത്ത് പിടിക്കാൻ അവരുടെ അപ്പന് പറ്റും, അമ്മയ്ക്ക് പറ്റും. വേറെ ഒരുത്തരും നിങ്ങളുടെ ശരീരത്തിൽ തൊടാൻ അനുവദിക്കരുത്. ഇത്ര അകലം മാറി നിന്നോണ്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ, കൈ കൊടുക്കാൻ, ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും വേണ്ട. ദേശീയത നിലനിർത്തിക്കോണം. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സഭയുടെ സംസ്കാരം. ഭോഗാലസ ജീവിതത്തിലേക്ക് വന്ന ആമ്പിള്ളേരും പെമ്പിള്ളേരും കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞാൽ മമ്മിയുടെ ഒരു ഔദാര്യം. മിണ്ടിപ്പോകരുത്. പെന്തക്കോസിനകത്ത് അങ്ങനൊന്നും അഴിഞ്ഞാട്ടം പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം പവിത്രമായിരിക്കണം. അതാണ് നിന്നെ തന്നെ എന്തോ ചെയ്യണം. അനാവശ്യമായതൊന്നും കഴിക്കരുത്, കുടിക്കരുത്, തൊടരുത്, പിടിക്കരുത്. ശരീരത്തെ വിശുദ്ധമായി കാത്തോണം. അവിവാഹിതരായ കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങളുടെ ശരീരം കർത്താവിനുള്ളതാണ്. 1. 2, നിങ്ങളുടെ ശരീരം കർത്താവ് നിശ്ചയിച്ച നേരത്ത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്കുള്ളതാണ്. വേറെ നിങ്ങൾ കണ്ടെത്തുന്ന ഒരു പങ്കാളിയും നിങ്ങളുടെ ശരീരത്തിൽ ചൂണ്ടുവിരൽ കൊണ്ടുപോലും സ്പർശിക്കാൻ അനുവദിക്കരുത്. ശരീരത്തെ പവിത്രം, അതാണ് നിർമ്മലത. അവിടെ എല്ലാം ഓടിച്ചാടി നടന്ന് ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, കഴിച്ചോ, കുടിച്ചോ, ഉടുത്തോ, വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, അതിനകത്തോടെ തെന്നുന്ന പായലടി ചവിട്ടി മൂക്കും കുത്തി വീണിട്ട് പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് വന്ന് നിന്നുകൊണ്ട് ശരീരത്തെ എങ്ങനെ കാത്തോണം? എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? എന്തിനാ ഇത് പറയുന്നേ? കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ. വളരെ ഗൗരവമായി പഠിച്ചോണം. കർത്താവിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞിടുമെന്നും പറഞ്ഞ് പാടിക്കൊണ്ടിരുന്ന പോകത്തില്ല. നിർമ്മലമായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നമ്മൾ എന്തോ ആകണം?
നിർമ്മലരായേ പറ്റുള്ളൂ. അപ്പം നിർമ്മലത ഒന്ന്, ഹൃദയം അന്തരംഗം നിർമ്മലം. രണ്ട്, എന്തോ നിർമ്മലമാകണം? ശരീരം ആസകലം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം കൂടെ തരാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്ക് വേണ്ടി കൂടെ എഴുതിക്കോ. ലൂക്കോസ് 11:36 വാക്യം. ലൂക്കോസ് 11:36. ശരീരത്തെ നിർമ്മലമായി സൂക്ഷിക്കേണ്ടതിന് ഒരു ആവശ്യകത ഇവിടെ പറയുന്നുണ്ട്. 11:36. നിങ്ങളുടെ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതെ, അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമാകണം. ശരീരത്തിൽ അന്ധകാരത്തിൻ്റെ അംശം, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കളമാർ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതിരിക്കണം. ചിലരുടെ ശരീരങ്ങളിൽ ഇരുട്ടിൻ്റെ അംശമുണ്ട്, ഇരുട്ടിൻ്റെ പകർച്ചയുണ്ട്. കണ്ണ് മാനസാന്തരപ്പെട്ടതല്ല, അരുതരുതാത്ത കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. വിരലുകൾ മാനസാന്തരപ്പെട്ടതല്ല, ആവശ്യമില്ലാത്ത നമ്പറൊക്കെ ഡയലി ആവശ്യമില്ലാത്ത സൈറ്റിലേക്കൊക്കെ കയറാൻ ഈ വിരലുകൾ വിട്ടുകൊടുക്കും. കാലുകൾ ഊടുവഴികളിലൂടെ പെരുവഴികളിലൂടെ പോകും. കാല് മാനസാന്തരപ്പെട്ടതല്ല, നാവ് മാനസാന്തരപ്പെട്ടതല്ല, കാതുകൾ മാനസാന്തരപ്പെട്ടതല്ല. നിന്റെ ശരീരത്തിൻ്റെ അവയവ വ്യവസ്ഥിതികളിൽ അന്ധകാരത്തിൻ്റെ അംശം, അതിനകത്തൊരു പദം പറഞ്ഞുകൊണ്ട് ഒട്ടുമുണ്ടാകരുത്. ആ ഒട്ടും എന്നുള്ളതിൻ്റെ അടി വര കൊടുക്കണം. ആ ഒട്ടും എന്നുള്ളതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ 1 യോഹന്നാൻ ലേഖനം 1:5 വാക്യം വായിക്കണം. 1 യോഹന്നാൻ 1:5. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് വായിച്ചേ. അവനിൽ ഇരുട്ടൊട്ടുമില്ല. 1 യോഹന്നാൻ 1:5. അപ്പം നമ്മുടെ ദൈവം എങ്ങനെയുള്ളതാ? വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ എന്തോ ഇല്ല? ഇരുട്ടൊട്ടുമില്ലാത്തൊരു ദൈവമാണ് നിന്റെ ദൈവം. ആ കർത്താവാണ് നമ്മുടെ ഏകപുരുഷൻ. അവനിൽ എന്തോ ഇല്ല. ആ കർത്താവിനെ പ്രാണപ്രിയനായി അംഗീകരിച്ച നമ്മുടെ ശരീരത്തിൽ ഇരുട്ടൊട്ടും പാടില്ല. ഇരുട്ടില്ലാത്തൊരു ശരീര വ്യവസ്ഥിതി, ഇരുട്ടില്ലാത്തൊരു ശരീര വ്യവസ്ഥിതി, അത് വളരെ ഗൗരവമായി കാത്തേ പറ്റും. ബന്ധങ്ങളിലെ സുതാര്യത സൂക്ഷിച്ചാൽ മതി. അപ്പം ശരീരത്തിൽ എന്തോ വരത്തില്ല? ഇരുട്ട് വരത്തില്ല. അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ ശരീരം ഇരുട്ടിലേക്ക് വീണുപോകും. ശരീരത്തിലേക്ക് ഇരുട്ട് വന്ന് വ്യാപരിക്കും. ഒറ്റ ഫോൺ കോൾ മതി, ഒറ്റ വാട്സപ്പ് മെസ്സേജ് മതി, നമ്മുടെ ആകെയുള്ള പ്രകാശം എന്ത് ചെയ്തു പോകും? ദൈവമായിട്ട് നിങ്ങൾക്ക് പ്രകാശം തരണം, ദൈവമായിട്ട് നമുക്ക് പ്രകാശം തരണം. ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ പ്രത്യേകത ഇവിടെ എടുത്തു പറയുന്നത് കണ്ടോ? ഇരുട്ട്, നമ്മളുണ്ടാക്കുന്ന സകല പ്രകാശത്തിൽ ഇരുട്ടുണ്ടല്ല. ഏത് പ്രകാശം? നിങ്ങൾ ഇരിക്കുന്നതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിഴൽ കണ്ടോ? ഇത്രയും ലൈറ്റ് നമ്മുടെ തലയ്ക്ക് മീതെ കത്തി നിന്നിട്ടും നമ്മൾ ഇരിക്കുന്നതിന് താഴെ എന്തോ ഉണ്ട്? കസേരയുടെ നിഴലുണ്ട്, നമ്മുടെ നിഴലുണ്ട്, നമ്മുടെ പുസ്തകത്തിൻ്റെ നിഴലുണ്ട്, അല്ലേ? എത്ര ലക്ഷം യൂണിറ്റ് വൈദ്യുതി കത്തിച്ചാണെന്നറിയാമോ? വേൾഡ് മാച്ചുകൾ നടത്തുക. ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ TV-യുടെ ഡിസ്പ്ലേ ശ്രദ്ധിച്ചു നോക്കി, ഉരുണ്ടു വരുന്ന പന്തിനോട് കൂടെ എന്തോ വരുന്നുണ്ട്? അതിൻ്റെ നിഴൽ ഉരുണ്ടു വരുന്നുണ്ട്. അവിടുന്ന് പ്രകാശം, ഇവിടുന്ന് പ്രകാശം, മേളിന്ന് പ്രകാശം, എല്ലായിടത്തും പ്രകാശം. പക്ഷെ നിഴലില്ലാത്ത ഒരു മാച്ചുമില്ല. ക്രിക്കറ്റ് അത് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നവൻ്റെ നിഴൽ താഴെ വീണ് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? വഴിയാത്ര പോകുമ്പോൾ വഴിയാത്രക്കാരന് വിളക്കുമരമായി നിൽക്കുന്ന ഒത്തിരി കണ്ടിട്ടില്ലേ റോഡിൽ? ആ പ്രകാശത്തിലാണ് നമ്മൾ പോവുക, അല്ലേ? പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വിളക്കേന്തി നിൽക്കുന്ന ആ പോസ്റ്റിൻ്റെ ഒരു ഇരുട്ടിൻ്റെ കീറ് റോഡിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പ്രകാശത്തിലെല്ലാം എന്തോ ഉണ്ട്? ഇരുട്ടുണ്ട്. ദൈവമാണ് ഇരുട്ടില്ലാത്ത വെളിച്ചം. ആ വെളിച്ചം നമ്മിൽ നിറഞ്ഞു നിൽക്കണം. ഇരുട്ടൊട്ടുമില്ലാത്തൊരു ശരീര വ്യവസ്ഥിതി, ഇരുട്ടൊട്ടുമില്ലാത്തൊരു മാനസിക വ്യവസ്ഥിതി നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യാം? അപ്പോൾ 1 ഹൃദയം, 2 ശരീരം, 3 വായിച്ച തീത്തോസ് 2:8 വാക്യം. തീത്തോസ് 2:8 വാക്യം. നിർമ്മലമാകേണ്ട മൂന്നാമത്തെ സംഗതി എന്താ? തീത്തോസ് 2:8. ഉപദേശത്തിൽ നിർമ്മലത വേണം. എന്തിനാ നിർമ്മലത വേണ്ടുന്നേ? ഉപദേശത്തിൽ നിർമ്മല വേണം. ഏതെങ്കിലും ഉപദേശത്തിന് പുറകെ ആമയും പറഞ്ഞ് പോവല്ലേ? ഇവിടെ ഉപവാസ പ്രാർത്ഥന, അപ്പോഴാണ് വേറൊരു കൂടാരത്തിൽ ഉപവാസ പ്രാർത്ഥന 21. എന്നാൽ പിന്നെ അവിടെയും പോയി ഇരുന്നേക്കാന്ന. അത് കഴിഞ്ഞപ്പം വേറെ 40 ഇരിക്കുന്ന അപ്പുറത്ത്, അവിടെയും പോയി ഉപദേശമൊന്നും നോക്കാതെ സകല കൂടാരമൊന്നും തേടി നടക്കുന്ന ചില പുള്ളികളുണ്ട്. ഉപവാസ പ്രാർത്ഥന 40, 21, 71 ഒന്നും അല്ല കാര്യം, ഉപദേശമാണ് കാര്യം. ഉപദേശത്തിൽ എന്തോ വേണം? നിർമ്മലത വേണം. ക്രിസ്തുവെന്ന ഉപദേശത്തിൽ, ദൈവമെന്ന ഉപദേശത്തിൽ, പരിശുദ്ധാത്മാവെന്ന ഉപദേശത്തിൽ, വേദപുസ്തകത്തിൽ കുഞ്ഞുവാക്യം കൊണ്ട് പോലും തെളിവ് കൊടുക്കാത്ത ഒരൊറ്റ നടപടിക്കും ആമയും പറയരുത്. വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയോ എന്ന് എന്തോ ചെയ്യണം? പരിശോധിക്കണം, നന്നായി പരിശോധിക്കണം. പരിശോധിക്കാതെ ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞു നടക്കരുത്. വേദപുസ്തകത്തിൽ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്നവരാരായിരുന്നെന്നാ പറഞ്ഞേ?
ബെറോവയിലുള്ളവരാ. ബെറോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ കേൾക്കുക മാത്രമല്ല, പുസ്തകത്തിൽ. നമ്മുടെ മലയാളികൾ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ആരാണ്ട് പറഞ്ഞു വിട്ടതും കൊണ്ട് നമ്മൾ നടക്കുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട്. പുസ്തകത്തിൽ അങ്ങനെ തന്നെയൊന്നും ഇന്ന് വരെ നമ്മൾ എന്തോ ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യുവീൻ. പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ? പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. സെൻട്രൽ പാസ്റ്ററും പിന്നെ ഓവർസീറും ചെയർമാനും പ്രസിഡന്റ് സഹിതം പറയുന്നുണ്ട്, യൂണിയൻ കൺവെൻഷനും ജനറൽ കൺവെൻഷൻ്റെ അവസാന ദിവസം സംയുക്ത സഭായോഗത്തിന് അപ്പം മീഞ്ഞും എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യാൻ കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. കുടിക്കുമ്പോഴൊക്കെയും, അത് വീഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ വീഞ്ഞ് കുടിക്കുമ്പോഴൊക്കെയും നിങ്ങൾ അല്ലാതെ കൂടി വരുമ്പോഴൊക്കെയും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും. അപ്പോൾ അവൾ പറയാം, ഞങ്ങൾ ആ മലയിലുമല്ല. അങ്ങനൊരു മലയുണ്ടോ? ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, അങ്ങനെ മലയുണ്ടോ? ആ വാക്യം എങ്ങനെ യഥാർത്ഥത്തിൽ? ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല. ആ യെരുശലേം എന്നുള്ളത് നമ്മൾ JCB ഇടിച്ച് നിരത്തിയിട്ട് അവിടെ നമ്മൾ മല പണിതിരിക്കുക. മലയാളികളുടെ കുഴപ്പം ഭയങ്കരമാണ്. പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. എന്നിട്ട് നമ്മളെന്തോ പറയുന്നത്? ആ മലയിലുമല്ല. ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷയായി മിണ്ടിപ്പോകരുത്, അങ്ങനൊന്നും വിചാരിക്കരുതെന്നും അങ്ങനൊരു പ്രയോഗമില്ല പുസ്തകത്തിൽ. ഉപേക്ഷിക്കരുതെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് മലയാളി ഒരു എന്തുവാ സമവായം ചേർത്ത് വെച്ചിരിക്കുക. ഉപേക്ഷയായി വിചാരിക്കുന്നു എന്നൊരു പ്രയോഗമില്ല. അല്ലെങ്കിൽ എബ്രായ ലേഖനം 10:24 വായിച്ച് നോക്ക്. വിചാരിക്കുക എന്നൊരു പ്രയോഗമേ ഇല്ല അവിടെ. ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങളെങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. അപ്പം പുസ്തകത്തിലില്ലാത്ത പലതും നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിനെ സൂക്ഷ്മമായിട്ട് എന്തോ ചെയ്യുന്നില്ല, പരിശോധിക്കുന്നതേ ഇല്ല. സൂക്ഷ്മ വിശകലനം ചെയ്യണം വചനത്തെ, അതിൻ്റെ തനിമയെ. ഉപദേശത്തെ നന്നായി പഠിക്കണം, ഉപദേശത്തെ അതിൻ്റെ തനിമയോടെ പഠിക്കണം. ഓക്കെ, അത് വിവരിപ്പാൻ നേരമെടുക്കുന്നില്ല. അപ്പോൾ 1, ഹൃദയം നിർമ്മലമാകണം. 2, നമ്മുടെ ശരീരം. 3, എന്തോ ആകണം? ഉപദേശം നിർമ്മലമായേ പറ്റൂ. നിർമ്മലമായ നിരവധി കാര്യങ്ങളുണ്ട്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മളെന്തോ ആകണം. അപ്പോൾ യേശു വരുന്നത് ആരെ ചേർക്കാനാ? നിർമ്മലരെ ചേർക്കാൻ വേണ്ടിയാ. സ്തോത്രം ചെയ്താൻ്റെ കരങ്ങൾ ഉയർത്തി. തീർന്നില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടേണ്ടതിന് വേണ്ടുന്ന അടുത്ത മഹത്തായിരിക്കുന്ന യോഗ്യത 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 28-ാമത് വാക്യമാണ്. ക്രിസ്തുവാധിവാസം. അങ്ങനെ എഴുതിക്കോണം. ക്രിസ്തുവാധിവാസം. ക്രിസ്തുവിൽ വസിക്കുക. വസിക്കുന്നവരെ മാത്രമേ കർത്താവ് കൊണ്ടുപോവുകയുള്ളൂ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ അവനോടുകൂടെ വസിപ്പീൻ എന്നല്ല, പിന്നെ അവനിൽ, ഡൽ ഇൻ ഹിം. 18-ാമത് പകലിൽ ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നു. എവിടെ വസിക്കണം? കർത്താവിൻ്റെ വരവിൽ സമാഗമിക്കണമെങ്കിൽ എവിടെ നിന്നേ പറ്റൂ? ക്രിസ്തുവിൽ വസിച്ചേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ, നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. ആ തത്വം നിങ്ങൾ മറന്നു പോകരുത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനത് ആംഗലത്തിൽ പറയാം, അത് ഓർത്തിരിക്കാൻ വേണ്ടി. നോട്ട് വിത്ത് ക്രൈസ്റ്റ് ബട്ട് ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിൽ എന്ത് ചെയ്യാൻ പറ്റൂ? കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ പറ്റൂ. ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതിന് ഉദാഹരണം ഞാൻ പറയാം, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. 1, ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ. കറി വയ്ക്കാൻ വാങ്ങിച്ച അയലയുടെ കാര്യമല്ല പറയുന്നത്. വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ മീനിനെ? എവിടെ? വെള്ളത്തിൽ. നോട്ട് വിത്ത് വേർഡ് ബട്ട് ഇൻ ദ വേർഡ്. മനസ്സിലായില്ലേ? ഗപ്പിക്കൊക്കെ വെള്ളം കൊടുക്കാറുണ്ടല്ലോ, കൂടെ മാറ്റാറില്ലേ? വെള്ളത്തിൽ ആണ്. വെള്ളത്തിലുള്ള മീനെ ഇങ്ങനെ പതിയെ അതിനകത്തൂടെ നടക്കുന്ന കാഴ്ച എന്നാ സുഖമാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയാം, ഒരു മന്ദബുദ്ധി വന്ന് പറയാം, എടാ കുഞ്ഞെ, ആ തണുത്ത വെള്ളത്തിൽ എത്രയോ നാളായത്, അതിനൊന്ന് തുറന്നു വിടരാൻ മോനെ. പറഞ്ഞത് മഹാമണ്ടൻ, കേട്ടത് അതിനേക്കാൾ മണ്ടൻ. ആണോ അങ്കിളെ? ചത്തു. നീ തുറന്നു വിട്ടു അതിൻ്റെ സന്തോഷം കാണണമെങ്കിൽ. എന്നാൽ പിന്നെ കോരി എടുത്ത് വെളിയിലോട്ട് ഇട്ടപ്പോൾ കിടന്ന് ചാടുന്നു. അയ്യോ, വെള്ളത്തിനകത്തൂടെ പതിയെ പോയത് വെളിയിലോട്ട് വിട്ടപ്പോൾ എന്തോ ചെയ്യുന്നു? മറ്റേ പുള്ളി ന്യൂ ജനറേഷനാണ്. ന്യൂ ജനറേഷൻ പെന്തക്കോസ. അപ്പോൾ ആ പുള്ളിയുടെ തിയോളജി കണ്ടോ വെള്ളത്തിൻ്റെ ബന്ധനം കഴിഞ്ഞപ്പോൾ മീനിൻ്റെ ആരാധന കണ്ടോന്ന്. വെള്ളം എന്ന ബന്ധനം കഴിഞ്ഞപ്പോൾ മീൻ എന്തോ ചെയ്യുക? ഇപ്പം നോക്കി നിൽക്കിച്ചിലൂടെ കഴിയുമ്പോൾ ആരാധന എല്ലാം കൊണ്ട് തീരും. മീൻ വളരണമെങ്കിൽ എവിടെ വളരണം? വെള്ളത്തിൽ എന്ന് പറഞ്ഞ പോലെ വിശ്വാസിയുടെ ആവാസം എവിടെയായിരിക്കണം? ക്രിസ്തുവിനോട് കൂടെയല്ല, പിന്നെ
ക്രിസ്തുവിൽ. ഗെത്സമനെ തോട്ടത്തിൽ പന്തവും കുന്തവും വാളും വടിയും എല്ലാം കൂടെ കണ്ടപ്പോൾ കൂടെ നിന്നവനെല്ലാം ഓടി. ഒറ്റയൊരെണ്ണം പോലും നിന്നില്ല. എല്ലാവരും എന്ത് ചെയ്തു? അതാ കൂടെ നിൽക്കുന്നവരുടെ പ്രത്യേകത. പക്ഷെ ക്രിസ്തുവിൽ വസിക്കുന്നവൻ പറയുന്നു, ആപത്തോ വാളോ നഗ്നതയോ സങ്കടമോ എന്തു വന്നാലും, ഉയരത്തിനുള്ളതോ ആഴത്തിനുള്ളതോ വന്നതോ വരാനുള്ളതോ ദൂതന്മാരോ ആരും വരട്ടെ, ക്രിസ്തുവിൽ നിന്നെന്നെ വേർപെടുത്താൻ ആർക്കും പറ്റില്ല. ആ സമർപ്പണവും സാമർഥ്യമുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നേ. അല്ലാതെ ഇവിടെ RSS, 7SS, 8SS എന്നൊക്കെ പറയുമ്പോൾ വേദോസം മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് എനിക്കറിയത്തില്ല, ഞാൻ പിന്നെ ചുമ്മാ അങ്ങോട്ട് പോയെന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നിൽക്കുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. മുമ്പോട്ട് വേണ്ടി ചാകണ്ട വന്നാലും യേശുവിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ പറ്റണം. അവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. എവിടെ വസിക്കണം? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. ഓക്കെ, അതിൻ്റെ നോട്ട്സ് അവിടെ എഴുതിക്ക്. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ, ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൻ്റെ അതേ, നമ്മൾ ക്രിസ്തുവിലാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം ആൻറ്റി? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലുണ്ടാകണം. ഫിലിപ്പിയ ലേഖനം 2:5 വാക്യമാണ്. ഫിലിപ്പ് 2:5. ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിൽ. അപ്പം നമ്മൾ ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ ഭാവം കണ്ടാൽ മനസ്സിലാവും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് താട്ടി തേർപ്പിച്ച് വേട്ടോന്നേ തുണ്ടൻ രണ്ടേന്നും പറഞ്ഞാൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആരിലല്ല. ക്രിസ്തുവിൻ്റെ സൗമ്യത, ക്രിസ്തുവിൻ്റെ ശാന്തത, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ വിശ്വസ്തത, ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ കരുതൽ, ക്രിസ്തുവിൻ്റെ കരുണ, അതൊക്കെ ഉണ്ടോ നമ്മിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആരില്ല? അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നവർ ചോദിക്കണം, ആർ യു ജീസസ്? ഇതുവരെയുള്ള ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഫലം എന്താണെന്നറിയാമോ? നമ്മളോട് മറ്റുള്ളവർ ചോദിക്കണം, എന്തോന്ന്, നിങ്ങളാണോ യേശു? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? ചോദിച്ചില്ലെങ്കിൽ അങ്ങനെ ചോദിക്കണം. നിങ്ങളാണോ യേശു? ഞാൻ ഇത്രയും പാറ വെച്ചിട്ടും അമ്മാമ്മ എന്നോട് ഒരു ദോഷവും പറയാതെ പിന്നെ എന്നെ സ്നേഹിച്ച് എൻ്റെ വീട്ടിൽ ഒരു നിലവിളി കേട്ടപ്പോൾ ഓടി അമ്മാമ്മ തന്നെ ആദ്യം വന്നല്ലോ. അയ്യോ, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തോ മനസ്സിലായി? ഞങ്ങളുടെ ഈ നാട്ടിലെ യേശു അമ്മാമ്മയാണ്, ആൻറ്റിയാണ് ഞങ്ങളുടെ നാട്ടിലെ യേശു. അവൾ കരയട്ടെ, അവളിച്ചിരി കരയണം എന്ന് പറഞ്ഞ് യേശു ഇവിടെ ഇരുന്നുകൊണ്ട് മുറിവുറുക്കുമായിരുന്നെങ്കിൽ അതല്ല ക്രിസ്തുവിൻ്റെ ഭാവം. നമ്മളെ നോക്കി ആരാണെന്ന് പറയണം. നമ്മുടെ പ്രതികരണം കണ്ടിട്ട് യേശുവെ പോലെ പാടാറുണ്ട് നമ്മൾ. യേശുവെ പോലെ ആകുവാൻ. ആരെഴുതിയ പാട്ടാ? അങ്ങനെയൊന്നും ചോദിക്കരുത്, പാട്ട് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള. യേശുവെ പോലെ ആകുവാൻ എന്നുള്ള പാട്ട് എഴുതിയത് ആരാന്നറിയത്തില്ല. നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണ്. സമയമാനരഥത്തിൽ നിന്നുള്ള പാട്ട് എഴുതിയ അദ്ദേഹം തന്നെ എഴുതിയ പാട്ടാണ് യേശുവെ പോലെ ആകുവാൻ. പാട്ട് വിചാരം പഠിക്കണം ദൈവമക്കളെല്ലാവരും. യേശുവെ പോലെയാകണം. അത് നമ്മളിൽ കണ്ടിട്ട് അവരത്ഭുതപ്പെടണം. നമ്മളത് വഴി നടന്നു പോകുന്നത് കണ്ടിട്ടേ മറ്റുള്ളവർ പറയണം, യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഓടി 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 വാ കാണിക്കാം. ആരാ യേശു? പോകുന്ന അച്ഛനെ കണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ യേശു, കൊല്ലത്തെ യേശു പോകുന്നേ. സോദരൻ, യേശുവിനെ ഇനി കാണണോ? കാണണം. പോകുന്ന ആൻറ്റിയെ കണ്ടോ? ഞങ്ങളുടെ കൊല്ലത്തെ യേശു ആൻറ്റിയാ. സാരി ഉടുത്തുകൊണ്ട് പോകുന്ന യേശു, ചുരിദാറിട്ട യേശു, മിഡിയും ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന യേശു. മോനെ ഫാൻസി ഷർട്ടുമൊക്കെ ഇട്ടുകൊണ്ട് സ്റ്റൈലായിട്ട് നടന്നു പോകുമ്പോൾ നാട്ടുകാർക്ക് ആരാണെന്ന് തോന്നണം. ആ ഭാവം, ആ രൂപം മനസ്സിലായില്ലേ? ഇത് മുടി വെട്ടാൻ പോയിരുന്നിട്ട് ബാർബർ ഷോപ്പിൽ നിന്ന് പകുതിയായി എഴുന്നേറ്റ് ഓടിയതൊക്കെ പരുവം കണ്ടു കഴിഞ്ഞാൽ യേശുവാണെന്ന് തോന്നത്തില്ല. മനസ്സിലായില്ലേ? യേശു എന്ന് തോന്നുന്ന ചില ഭാവരൂപങ്ങളുണ്ട്. ആ നിലപാട് പാലിച്ചേ പറ്റും. യോഗ്യമായ വസ്ത്രധാരണം, ശാന്തമായ പ്രകൃതം, തട്ടിക്കറി സംസാരിക്കാതെ വിധേയത്വത്തോടെ വിനയത്തോടെ സംസാരിക്കുന്ന പ്രകൃതം, അതൊക്കെ ആരെ കാണിക്കുന്നു? യേശുവിനെ. അതിന് നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്, നീ ബറബാസിനെ കണ്ടുണ്ടോ? ഇല്ല. ബറബാസിനെ കാണണമെന്നുണ്ട്. ഒന്ന് പാടിവാ, ഇവിടെ നിന്ന് നീ ചൂണ്ടുവൊന്നും ചെയ്യരുത്, നിന്ന് പോകുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ബറബാസായിട്ട് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ എന്നാലോചിച്ചു. ആ പുള്ളിയാണ് ബറബാസ്. പിന്നെ ഞങ്ങളുടെ കൊല്ലത്തെ ബറബാസ് പുള്ളിയാ. ഇസബേലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പോകുന്ന ആൻറ്റിയാ ഇസബേൽ. ആൻറ്റി അവിടുത്തെ ചർച്ചിൽ വിശ്വാസി. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഇസബേൽ അവർ തന്നെയാണെന്ന്. അപ്പം നമുക്ക് യേശുവിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. വേറെ പലരെയും നമ്മളിൽ കാണുന്നുണ്ട്. എന്നാ ഗതികെട്ട പെന്തക്കോസാന്ന് നോക്കണേ.
ഇത് യേശുവെ പോലെ ആകണം. അപ്പം യേശുവിൽ ആയ ഒരാൾ ആരെ പോലെ? യേശുവെ പോലെ. അടുത്ത യേശുവിൻ്റെ മനസ്സ്. 1 കൊരിന്ത്യർ 2:16. യേശുവിൽ ആയ ഒരാൾക്ക് യേശുവിൻ്റെ മനസ്സ് വേണം. ദ മൈൻഡ്. 1 കൊരിന്ത്യർ 2:16 നോക്കിക്കേ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. നമ്മുടെ മനസ്സ് ആരുടെ ആകണം? പഴഞ്ച മനസ്സും കൊണ്ട് നടക്കല്ലേ. കോപവും ക്രോധവും ഈർഷ്യമുള്ള പഴയ മനസ്സുകൊണ്ട് നടക്കരുത്. മുതുക്കപ്പെട്ട 21 കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ആരുടെ മനസ്സാകണം? അതാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മനസ്സായി മാറണം. എല്ലാ വാശിയും പകയും വിട്ടേരെ. ആരുടെ മനസ്സാകണം? കുരിശിൽ എത്ര മൊഴിയുണ്ട്? 1-ാമത്തെ മൊഴി ഏതാ? പിന്നെ 7 എന്ന് പറയാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. പിന്നെ 1-ാമത്തെ മൊഴി ഏതാ? ഇവർ ചെയ്യുന്ന എന്തെന്നറിയായിയാൽ ഇവരോട്. തലേ ദിവസം പിടിക്കപ്പെട്ട യേശു വെള്ളം കുടിച്ചിട്ടില്ല സാറേ, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ഇരുന്നിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല. തനിക്ക് 85 കിലോ ഭാരമേ ഉള്ളൂ. 33 വയസ്സുള്ള യഹൂദ ചെറുപ്പക്കാരന് 85 കിലോ ഉള്ളൂ. താൻ ചുമക്കുന്ന തടിക്കുരിശിന് 285 കിലോ ഭാരം. അത് ചുമന്നുകൊണ്ട് വീണുമെഴുന്നേറ്റ് നടന്നുപോയവൻ, ഗബ്ബഥായിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് 2 നാഴിക ദൂരമാ നടന്നുപോയവൻ, അനുഭവിച്ച വ്യഥ ഭയങ്കരമാണ്. പീഡനം ഭയങ്കരമായിരുന്നു. മുഖത്ത് തുപ്പി. മുഖത്തവരെന്തോ ചെയ്തു? തുപ്പി. എന്നിട്ട് അടിച്ചു. രോമം വെട്ടിച്ചു, പിഴുതു പറിച്ചു, മുഖത്ത് തുപ്പി, അടിച്ചു. അടിച്ചിട്ട് തുപ്പിയിട്ട് അടിച്ചോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലേ? അടിച്ചിട്ടാണോ തുപ്പിയത്? തുപ്പിയിട്ടാണോ അടിച്ചേ? തുപ്പിയിട്ട് അടിച്ചോ? അടിച്ചിട്ട് തുപ്പി. തുപ്പിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചവൻ്റെ സ്തോത്രം. പക്ഷേ മത്തായി സുവിശേഷം 26:67 പറയുന്നത് അവരവൻ്റെ മുഖത്ത് തുപ്പി എന്നിട്ട് അടിച്ചു എന്നാണ് പറയുക. തുപ്പിക്കഴിഞ്ഞാൽ എന്തോ ചെയ്തത്? അപ്പം അടിച്ചവൻ്റെ കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ടാവും? ഒരാളല്ല തുപ്പിയത്, ഒത്തിരി പേരാ, ഒത്തിരി പട്ടാളക്കാർ തുപ്പിയിട്ടുണ്ട്. കാർക്കിച്ച് തുപ്പുകയാണ്. അപ്പോൾ കട്ടക്കഫവും തുപ്പലും എല്ലാം കൂടെ എവിടെ ഉണ്ട്? മുഖത്തുണ്ട്. അത് കഴിഞ്ഞ് അടിച്ചു. അവിടെ ഒരു കാര്യം ഗൗരവമായി ശ്രദ്ധിക്കണം. ഓരോ ആരാധനകൾ ശ്രദ്ധിക്കണം. ആരാധനയിലൊക്കെ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ക്രൂശിനെ ധ്യാനിക്കാത്ത ഒരാരാധനയും ആരാധനയല്ല. കണ്ടാലും കാൽവറിയിൽ എന്നൊക്കെ തുടങ്ങുന്ന അതുപോലുള്ള പാട്ടുകൾ പാടി കുരിശിനെ ധ്യാനിക്കണം. ഗത്സമനയും ഗബ്ബഥയും ഗോൽഗോഥായും നമ്മുടെ ആരാധനയിലെ ധ്യാന വിഷയമാകണം. തിരുത്തിക്കോണം. ഇന്ന് ഞാൻ ഈ പറയുന്ന സംഭവത്തെ കേട്ടിട്ട് ഇതുവരെ നമ്മൾ ചിന്തിച്ചു വെച്ചത് തിരുത്തിക്കോണം. അടിച്ചിട്ടല്ല തുപ്പിയത്, തുപ്പിയിട്ടാണ് അടിച്ചത്. അങ്ങനെയാണെങ്കിൽ അടിച്ചത് കൈകൊണ്ടല്ല. ഒരു വാക്യം ഇങ്ങനെയുണ്ട്: അവർ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ വടികൊണ്ട് ചെകിട്ടത്ത് അടിച്ചു. ഇസ്രായേലിൻ്റെ ന്യായാധിപതി എന്തുകൊണ്ട് അടിച്ചു? വടികൊണ്ട്. എവിടെ വാക്യം? മീഖ 5:1 വായിച്ചേ പെട്ടെന്ന്. മീഖ 5:1. മീഖയൊക്കെ എവിടെ താമസിക്കുന്ന അറിയാവോ? പെട്ടെന്നെടുത്ത് മീഖ 5:1. കൊല്ലത്തെ പല ലൈനുകൾ അറിയാം. മീഖയുടെ ലൈൻ അറിയാമോ? നോക്ക്. ഇപ്പോൾ പടക്കൂട്ടത്തിൻ്റെ മക്കളെ വായിച്ചോ. പിന്നെ കണ്ടോ? ആ വാക്ക് ഇപ്പോഴാണ് കൃപയാൽ കാണുന്നല്ലേ. അത് കാണിച്ചു തരാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നല്ലോ. സ്തോത്രം. ഇത്രയും പഴക്കമുള്ള കൊല്ലം ദൈവസഭയിൽ ഞാനാണ് ഈ വാക്യം കൊടുത്തതെന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. യെസ്, ഓക്കെ. ആ വാക്യം കേട്ടോ. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ അനി കൈ കൊണ്ടടിക്കാൻ പറ്റത്തില്ല. കൈ കൊണ്ടടിച്ചാൽ അടിക്കുന്നവൻ്റെ കൈ അഴുക്കാകും. വേറെ പലരുടെ കഫവും തുപ്പലുമാണ് ആ മുഖത്ത്. അതുകൊണ്ട് അവരെന്തോ എടുത്തെന്നാ? വടി എന്ന് പറയുന്നതിനെ പഠിച്ചു നോക്കണം നിങ്ങളതൊരു മുണ്ടത്തടിയാ. അല്ലാതെ ചുമ്മാ അത് വെട്ടി ഒരിക്കൽ ടീച്ചർ ഉപയോഗിക്കുന്ന ചൂരവടിയല്ല. കൈ കിട്ടിയൊരു മുണ്ടത്തടി. ആ തടി കൊണ്ട് അടിക്കുമ്പോൾ കവളല് പൊട്ടിപ്പോവും, അണപ്പല്ല് തകർന്നു പോകും, ഇയർ ഡ്രം പൊട്ടിപ്പോകും, കൺകോണം തകർന്നു പോകും, കൺമണി ഉടഞ്ഞു പോകും. ഇതെല്ലാം അനുഭവിച്ച് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ നീതീകരിക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം അനുഭവിച്ചിട്ടും ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി തൊണ്ട വരളുന്നുണ്ട്. ഇതെല്ലാം അനുഭവിച്ച കർത്താവ് ആദ്യം പറയേണ്ട മൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാ. ആ മൊഴി 5-ാമത്തേതാക്കി മാറ്റിയിട്ട് ആദ്യം പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണമേ. അതാണെന്ന് യേശുവിൻ്റെ മനസ്സ്. ആ മനസ്സിലേക്ക് നമ്മൾ വന്നേ പറ്റൂ.
ചുമ്മാ 21 ദിവസം കഞ്ഞി കുടിക്കാതിരുന്നെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മനസ്സിലേക്ക് പരിവർത്തനം ഉണ്ടാകണം. ആദ്യം പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ഭാവം, ദ ആറ്റിറ്റ്യൂഡ്. രണ്ടാമത് പറഞ്ഞത് ദ മൈൻഡ്. ആരുടെ ആകണം? അതാകണം. അടുത്തത് ആത്മാവ്. റോമർ 8:9 10 വാക്യങ്ങൾ. റോമർ 8:9 പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ലെന്ന് വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആ ആ ആ അടുത്തത് അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്നവനിൽ എന്തോ വേണം? ആരുടെ ആത്മാവ് വേണം? ക്രിസ്തുവിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യെശയ്യാപ്രവചനം 11:2-3-4 വാക്യങ്ങൾ. യെശയ്യാപ്രവചനം 42:1-2-3 വാക്യങ്ങൾ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. യഹോവയുടെ ആത്മാവ് അവനിൽ വസിക്കുന്നു. ഒച്ച ഉണ്ടാക്കാത്ത ആത്മാവ്, നിലവിളിക്കാത്ത ആത്മാവ്, കണ്ടോ, പരാതി പറയാത്ത ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, അനുസരണത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവ് വേണം നമ്മിൽ. നമ്മളെ ആത്മാവുണ്ട്. പാട്ട് പാടുമ്പോൾ നമ്മൾ ഇളകി വരുന്നൊരു ആത്മാവുണ്ട്. അത് പോരെന്ന്. ജ്ഞാനത്തിൻ്റെ ആത്മാവ് വേണം, വിവേകത്തിൻ്റെ ആത്മാവ് വേണം, യഹോവ ഭക്തിയുടെ ആത്മാവ് വേണം, സമർപ്പണത്തിൻ്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് വേണം. ആ റെഫറൻസ് ഒന്നുകൂടെ പറയാം. യെശയ്യാപ്രവചനം 11:2-3-4 വാക്യങ്ങൾ. യെശയ്യാവ് 11:2-3 വാക്യങ്ങൾ. യെശയ്യാവ് 42:1-2-3 വാക്യം. എൻ്റെ ദാസൻ, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേലെന്തോ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ 2 വാക്യങ്ങളിൽ 2-3-4 വാക്യങ്ങൾ രണ്ടിടത്തും ആ വാക്യങ്ങൾ നിങ്ങൾ നോക്കണം. ആ വാക്യങ്ങളിൽ നമുക്ക് കാട്ടിത്തരുന്ന കുറേ സംഗതിയുണ്ട്. ഇവിടെ തന്നല്ലോ. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, പിന്നെ ആലോചനയുടെ, ബലത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, യഹോവ ഭക്തിയുടെ. ഇതൊക്കെ വേണം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മേൽ വസിച്ച ആത്മാവ് ഇതൊക്കെയാണ്. ഇത് യെശയ്യാവ് 11 42 എടുത്ത് 42 വാക്യം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്നുള്ള വാക്യം 42:2-3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒച്ച ഉണ്ടാക്കാത്ത ആത്മാവ്, നിലവിളിക്കാത്ത ആത്മാവ്. ഓക്കെ, അടുത്തത് ന്യായം പ്രസ്താവിക്കുന്ന ആത്മാവ്. പിന്നെ നിലവിളിക്കയില്ല, ഒച്ച ഉണ്ടാക്കയില്ല. കണ്ടോ, ഈ പറയപ്പെട്ടതൊക്കെയാണ് ആരുടെ ആത്മാവ്? ക്രിസ്തുവിൻ്റെ. ഇത് നമ്മിൽ വ്യാപരിക്കണം. അന്യഭാഷ പറയുന്നതല്ല പെന്തക്കോസ്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിക്കപ്പെട്ട ആത്മാവ് നമ്മിൽ വ്യാപരിക്കണം. ഒച്ച ഉണ്ടാക്കത്തില്ലെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഒച്ച ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞ ശാന്തതയുടെ, സൗമ്യതയുടെ ആത്മാവെന്നാ അതിൻ്റെ അർത്ഥം. പാഷ അവിടെ ഇനി ഞാൻ പറയുന്നത് കേൾക്ക് പാഷ എന്നും പറഞ്ഞു ഒച്ച ഉണ്ടാക്കുന്ന ചില പുള്ളികളെ കമൻറ്റി കണ്ടിട്ടുണ്ടോ? ഇരിക്കാൻ കൊടുത്ത കസേര എടുത്ത് തല്ലാൻ നിൽക്കുന്ന പുള്ളിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഒച്ചപ്പാടാ. കമ്മിറ്റി തുടങ്ങുമ്പോൾ അയ്യോ തോമാച്ചാൻ വന്നിട്ടുണ്ട്, പൊന്നച്ച കർത്താവ്യ കാത്തോടെ എന്നും പറഞ്ഞായിരിക്കുന്നത്. ജീവനെ കൊതിയോടെ ഇരിക്കുന്നു. തോമാച്ചാൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ സാങ്കല്പിക കഥാപാത്രമാണ്, നിങ്ങളിൽ ഉദ്ദേശമല്ല പറയുക. കൊള്ളാം, കമ്മിറ്റിക്ക് സാറാമാമയുണ്ടോ പൊന്നെ, എന്നാൽ ഇന്ന് വല്ലതും കേൾക്കാമെന്നുള്ള പരുവത്തിലായിരിക്കും. ഒച്ച ഉണ്ടാക്കാത്ത ആത്മാവ്. വീട്ടിൽ മനുഷ്യ അവിടെ ഞാൻ പറയുന്നത് കേൾക്ക്. ഒച്ച ഉണ്ടാക്കുന്ന ചില അമ്മാമ്മമാരെ കണ്ടിട്ടുണ്ടോ വീട്ടിൽ? അയ്യോ, ഞങ്ങൾ പാഷേ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചില വീട്ടിൽ നിന്ന് വിളി വരും. പാഷങ്ങളെ എവിടാ? ഞാൻ ഇവിടെ മോനെ, പെട്ടെന്ന് ഇവിടം വരെ വരണം. എന്താ മോനെ, എന്തെങ്കിലും അത്യാഹിതം? പപ്പയും മമ്മിയും കൂടെ രാവിലെ തുടങ്ങിയാൽ ഇതുവരെ നിർത്തിയിട്ടില്ല. പാഷങ്ങൾ വന്നേ പറ്റുള്ളൂ. അത്യാവശ്യം ഇവിടെ പോകാനൊരുങ്ങി ഞങ്ങൾ പിന്നെ നേരെ വണ്ടി തിരിക്കുകയാണ്. അവിടെ ചെല്ലും ഞങ്ങൾ കണ്ടു കഴിയുമ്പോൾ രണ്ടുപേരും ഭയങ്കര അഭിനയം. അയ്യോ എന്നാ അഭിനയമാണെന്നറിയാം. എടീ പാസ്റ്റർ വന്ന് കാപ്പ കൂടി, ചായ കൂട്, അത് കൂട്, ഇത് കൂടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമാണ്. അപ്പം നമുക്കങ്ങോട്ട് കയറാൻ ഒരു എൻട്രി കിട്ടുന്നില്ല. വഴക്കെന്ന് പറഞ്ഞാൽ മോൻ വിളിച്ചത് ഇത് ചോദിക്കണ്ടേ, കാരണം ഇവരുടെ ഹണിമൂണിൻ്റെ കാലത്തുള്ള ഒരു പ്രണയം അന്നേരം. കൊണ്ടുവന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ അത് ഞാനേ അത്യാവശ്യം വേറെ അടുത്ത് പോകാൻ വന്നപ്പോൾ മോൻ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ തമ്മിൽ എന്തോ ഈശാപോശയാന്ന് പറഞ്ഞു. അത് പാസ്റ്ററേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുടുംബമല്ലേ ഇങ്ങനെ. പാസ്റ്ററോട് പറയാൻ ഭാഷയും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇങ്ങനെ ക്രമീകരിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പം അടുക്കളയിൽ നിന്നൊരു മഹോദരം വരുവാ ഇങ്ങോട്ട്. പാസ്റ്റർ ഇങ്ങനെ പറയുന്ന പോലൊന്നുമല്ല. മനുഷ്യ മിണ്ടരുത്, പാസ് ഇങ്ങോട്ട് നോക്കി ഞാൻ പറയാം. അപ്പം നമ്മൾ അറിയാതെ കാണും അച്ഛൻ്റെ മുഖത്ത് പാസ് ഇങ്ങോട്ട് നോക്കും. പാസേ ഫോട്ടോഗ്രാഫർ വന്ന് നമ്മുടെ മുഖം തിരിച്ചു വയ്ക്കുന്ന പോലെ പുള്ളിക്കാരി വന്ന് മുഖത്ത് തിരിക്കുമോ നമുക്ക് പേടിച്ചു പോകും. ഒച്ച ഉണ്ടാക്കുന്ന ചില പുള്ളികളുണ്ട്. അത് ഭർത്താക്കന്മാരുമുണ്ട്. കാശിന് കൊള്ളത്തില്ല പാസേ ഇവിടെ ഞാൻ വഹിക്കുക എന്നൊക്കെ ഭാര്യയെ തള്ളിപ്പറയുന്ന ഭർത്താക്കന്മാരുണ്ട്.
ഭർത്താവിന് വില കൊടുക്കാത്ത ഭാര്യമാരുണ്ട്, മാതാപിതാക്കളെ അംഗീകരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഒച്ച ഉണ്ടാക്കാത്ത ആത്മാവ് വേണം. ആരാധനയ്ക്ക് ഒച്ച പൊങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വീട്ടിലും നാട്ടിലും ഒന്നും ഒച്ച പൊങ്ങരുത്. തെരുവീഥിയിൽ ഒച്ച ഉണ്ടാക്കാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കയറി നിൽക്കാതെ, ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാത്രേ. അപ്പം ഈ ആത്മാവുള്ളവരാണ് ക്രിസ്തുവിനുള്ളവർ. അവരെ ചേർക്കാനാണ് ആര് വരുന്നേ? കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പം ഇതൊക്കെ ഉള്ളവരെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ പെന്തക്കോസ് കളിക്കുന്നവരെ ഒന്നും കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നേ. കർത്താവിൻ്റെ ആത്മാവുള്ളവരെ. നമുക്ക് ആത്മാവ് വേണമെങ്കിൽ താളം മുറിയെങ്കിലല്ലേ പറ്റുള്ളൂ. താളവും മേളവും ഒന്നുമില്ല. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആത്മാവിൽ ആരാധിക്കുന്ന എത്ര പേരുണ്ട്? ഞായറാഴ്ച സഭായം കഴിഞ്ഞ് ഇറങ്ങി വരുന്നൊരു അമ്മാമ്മ മരണ വീട്ടിൽ നിന്ന് വരുന്ന പോലെ വരുക, ചത്ത ഭാവത്തിൽ. വേറൊരു സഭായം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നൊരു അമ്മാമ്മ, രണ്ടുപേരും കൂടെ മിക്കവാറും അവിടെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. വിശേഷമൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇങ്ങനെ വരുന്ന പുള്ളിക്കാരി കണ്ടിട്ട്, അയ്യോ എന്നാ പറ്റി, മുഖത്ത് ഭയങ്കര വിഷാദമാണല്ലോ, എന്നാ പറ്റി? ആരാധന കഴിഞ്ഞ് വന്നിട്ട്, ഓ എന്നാ പറയാനാ സിസ്റ്ററെ, ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു ഉണർവും ഇല്ലായിരുന്നു. അയ്യോ അതന്നെ, നിങ്ങളുടെ പാസ്റ്റർ ജെറാൾഡ് പാസ്റ്റർ അല്ലേ, മിടുക്കനാണല്ലോ പുള്ളി, പിന്നെന്നാ ഉണർവില്ലാതെ പോയെ? അദ്ദേഹം നന്നായിട്ട് പാടുകയും വർഷിപ്പ് ലീഡിയൊക്കെ ചെയ്യുന്ന ദൈവദാസനല്ലേ, പിന്നെന്നാ? ഓ പാസ്റ്ററുടെ കുഴപ്പം കൊണ്ടല്ലെന്നേ, ആ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നില്ലെന്ന്. ഇപ്പം കീബോർഡ് വായിക്കുന്ന ബ്രദർ ഇല്ലെങ്കിൽ ആരാധനയ്ക്ക് എന്തോ ഇല്ല. മറ്റേ അമ്മാമ്മയ്ക്ക് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഈ പിള്ളേരൊക്കെ ഇവന്മാരൊക്കെ എവിടെ പോകുന്ന ഓരോ കാര്യമായിട്ട്, ദൈവസഭയുടെ കാര്യമായിട്ടിട്ട് ഇവനൊക്കെ എവിടെ പോകുന്ന? അമ്മാമ്മ സാരമില്ല പോട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം, ഇന്നിപ്പോൾ പോകും, അടുത്ത ആഴ്ച ക്രമീകരിക്കാം. പിറ്റേ ആഴ്ച കൃത്യമായിട്ട് അവർ രണ്ടുപേരോട് ഉച്ചയ്ക്ക് അവിടെ വെച്ച് തന്നെ കണ്ടു. അന്നേരം ഈ പുള്ളി ഇങ്ങനെ ചത്തുപോലെ വരുക. അയ്യോ എന്നാ പറ്റി, ഈ ആഴ്ച ആ പയ്യൻ വന്നില്ലേ? അപ്പോൾ അമ്മാമ്മയുടെ മറുപടി, അയ്യോ കഴിഞ്ഞ ആഴ്ച വരാത്തതുകൊണ്ട് അവൻ ഈ ആഴ്ച നേരത്തെ വന്നു. പിന്നെന്നാ പറ്റി? കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നാലും പോരാ, എന്തോ വേണം? ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആത്മാവിളകത്തുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലും ആത്മശക്തി ആകത്ത് വ്യാപരിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി, അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ്. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് ആര് വരുന്നേ? ബാക്കി വിഷയം നമുക്ക് വൈകിട്ട് പഠിക്കാം. സന്തോഷമാണോ? സ്വതന്ത്രം. അപ്പം ഈ വന്നവരെല്ലാം വൈകിട്ട് വേണം, ആരും മുങ്ങിക്കളയരുത്. ഇതിലും ഗൗരവമായ കാര്യം ഇനിയും വൈകിട്ട് കിടക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ ഞാനൊരു കാര്യം പറയാം. പെന്തക്കോസിനെ പറ്റിയിരിക്കുന്നൊരു കുഴപ്പം, കർത്താവിൻ്റെ വരവ് അതാണ് വിഷയമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ നാസായിലോട്ടാണ് ഓടുന്നത്. ഉക്രൈനും റഷ്യ എന്തോ കാണിച്ചെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധവും കെടുതിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഗാസയ്ക്ക് എന്തോ പറ്റിയെന്നുള്ള, ഇതൊക്കെ നമ്മുടെ വിഷയമേ അല്ല. കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ നാസ കണ്ടുപിടിച്ചൊന്നും അല്ല ഇവിടെ ചോദ്യം. കർത്താവ് വരുമ്പോൾ നമ്മൾ കയറിപ്പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് നാസായെയും ദൂരദർശിനിയും യുക്രൈനെയും ഗാസയും എല്ലാം ഞാൻ അടച്ചു വെച്ചിട്ട് കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാനുള്ള വ്യക്തിപരമായ യോഗ്യതകൾ മാത്രം പഠിക്കുക. സന്തോഷമുള്ളവരെ കർത്താവിനെ സ്തുതിച്ച്, നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയണം. മഹാദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആ കർത്താവ് നമ്മെ ചേർക്കാൻ വരുന്നത്. ഏകപുരുഷനോട് നാം ഏകാഗ്രതയുള്ളവരാകണം. കേട്ട വചനം ഉള്ളിൽ ആരോഗ്യമായി തീർന്നെങ്കിൽ അല്പസമയം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്ക്. ഒരു പാട്ടിൻ്റെ അകമ്പടിയില്ലാതെ അല്പസമയം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഓ ആ സുദിനം അടുക്കാറായി. കഷ്ടത മാറി, ദുഃഖം മാറി, വേദന മാറി, നിന്ന മാറി. നാം ഒരുമിച്ച് കർത്താവിനെ ഹല്ലേലൂയ കൂടെ നിത്യത പങ്കിടാൻ നേരമായി.